ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഇങ്ങനെ ശരിയായി വന്ന് ലാസ്റ്റ് കാരണം ഹാപ്പിയായി. ഏതായാലും സന്തോഷത്തിൻ്റെ തുന്നതയെന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ. എല്ലാവരും അവനെ വേണ്ടി പ്രാർത്ഥിക്കണം. ആ പഠിച്ച ഖുർആനെ എന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിലനിൽക്കണം. അതിനുള്ള നാഫീൻ്റെ വല്യമ്മ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. ഇൻഷാ അല്ലാഹ് ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ പരിപാടി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കണം. അസ്സലാമു അലൈക്കും. അവൻ കൽപ്പിച്ചുകൂടി പഠിക്കാതെ നിന്നെക്കാണ്ട് അഡ്മിഷൻ വേണ്ടാണ് തീരുമാനിച്ചത്. അവർ എങ്ങനെയെങ്കിലും അവർ പഠിച്ച് പിന്നെ ആക്കി വാങ്ങിയിട്ടല്ലോ ഞങ്ങൾക്ക് എല്ലാ സന്തോഷം. ഞാൻ പഠിക്കാൻ പറയുമ്പോൾ പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അന്നിട്ട് ഞാൻ ഓതി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആദ്യം വഴിക്ക് നടത്തത്. പിന്നെ ഏതായാലും നിലനിർത്താനുള്ള അവളാക്കട്ടെ. നാഫീൻ്റെ കസിൻ അവരുടെ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ബന്ധു തന്നെ നാസർ സാഹിബ് അദ്ദേഹത്തെ കൂടി ക്ഷണിക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ